നമ്മളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ജീവിതത്തിൻ്റെ ഒരു കണക്ക് വരെ ഈ ലോകത്ത് കഴിയുന്നവരാണ്. നമ്മളിങ്ങനെ പരിശോധിച്ചാൽ മനുഷ്യരുടെ ഈ ലോകത്തോടുള്ള വിട പറയൽ അത് സീനിയോറിറ്റി പരിഗണിച്ച് അല്ല. പ്രായമുള്ള ആളുകൾ നിൽക്കെ ചെറിയ മക്കൾ മരിച്ചു പോകാറുണ്ട്. ഉപ്പയും ഉമ്മയും ജീവിച്ചിരിക്കെ മക്കൾ മരിച്ചു പോകാറുണ്ട്. വല്യമ്മയും വല്യപ്പയും ജീവിച്ചിരിക്കെ പേരമക്കൾ മരണപ്പെട്ടു പോകാറുണ്ട്. അപ്പോൾ പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഈ ലോകത്ത് നിന്ന് മനുഷ്യർ യാത്ര പോകുന്നത്. അള്ളാഹു നിശ്ചയിച്ച അവധിയായാൽ അയാൾ ഏത് പ്രായത്തിലാണെങ്കിലും ഒരു പക്ഷേ ബോഡി ഫിറ്റ്നസ് ഉണ്ടാകാം, ഹെൽത്ത് ഫിറ്റ്നസ് ഉണ്ടാകാം, സമയമായാൽ പോയേ പറ്റൂ. വലൻ യുഅഖിറ അല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. ഒരാളുടെയും അവധിയായാൽ അള്ളാഹു പിന്നെ പിന്തിപ്പിക്കില്ല. ആ സമയമായാൽ ഇവിടുന്ന് പോകണം എന്നർത്ഥം. എങ്ങോട്ടാണ് പോകുന്നത്? നമുക്കറിയാം, പരലോകം, പിന്നീടൊരു മരണമില്ലാത്ത ലോകം, പിന്നീട് മരിച്ച് അവസാനിക്കുന്ന ഈ ലോകത്തൊരു സിസ്റ്റം ഇല്ലാത്തൊരു ലോകം. അവിടത്തേക്കാണ് യാത്ര. അവിടെ സ്വർഗമുണ്ട്, നരകമുണ്ട്. സ്വർഗമുണ്ട് എന്നത്, നരകമുണ്ട് എന്നത് കേവലം ഒരു ധാരണയല്ല, ഉണ്ടെങ്കിൽ കാണാം എന്നൊരു ചിന്തയല്ല, മറിച്ച് അതൊരു വസ്തുതയാണ്. ഇപ്പൊ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ഭവനത്തിൽ, ഈ പള്ളിയിൽ, ഈ വിശുദ്ധ ജുമുഅയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു എന്നത് ഒരു സത്യമാണ് എങ്കിൽ ഇത് റെക്കോർഡ് ചെയ്ത് നമ്മെ കാണിക്കേണ്ട ആവശ്യമില്ല നമ്മളിവിടെ ഉണ്ട് എന്നുള്ളതിന്. അത്രയും ഉറപ്പാണെങ്കിൽ ഇതിലും വലിയ ഉറപ്പാണ് പരലോകമുണ്ട് എന്നത്, അവിടെ സ്വർഗമുണ്ട് എന്നത്, അവിടെ നരകമുണ്ട് എന്നത്. ചിന്താശേഷിയുള്ള മനുഷ്യന് മനസ്സിലാകുന്ന രൂപത്തിൽ, ബോധ്യപ്പെടുന്ന രൂപത്തിൽ, സംശയലേശമന്യേ ഉൾക്കൊള്ളാൻ പറ്റിയ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം പറയുന്നുണ്ട്. അല്ലാഹു സൂറത്തുർ റൂമിൽ പറയുന്ന ഒരു കാര്യം, യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത് വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ് വയുഹ്യിൽ അർള ബഅദ മൗതിഹാ വകദാലിക തുഖ്റജൂൻ. അല്ലാഹു യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്, ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെ ഉണ്ടാക്കുന്നു അവൻ. വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ്, ഹയ്യിൽ നിന്ന്, ജീവനുള്ളതിൽ നിന്ന് ഇല്ലാത്തതിനെയും ആ രൂപത്തിൽ സൃഷ്ടിക്കുന്നവനാണ് അല്ലാഹ്. വയുഹ്യിൽ അർള ബഅദ മൗതിഹാ, അതേപോലെ തന്നെ ഈ ഭൂമി നിർജീവമായി കിടക്കുന്ന ശേഷം, മഴ കിട്ടാതെ, വെള്ളം ലഭിക്കാതെ വരണ്ടുണങ്ങിക്കിടന്ന പ്രദേശം, അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹമാകുന്ന മഴ പെയ്യിച്ച് വയുഹ്യി അൽ അർള ബഅദ മൗതിഹാ, ഭൂമി അതിന്റെ മൗത്തിന് ശേഷം, പ്രയോഗം നോക്കണം, ഭൂമി ഡെഡായി കിടക്കുകയാണ്, മരിച്ചു കിടക്കുകയാണ്, നിർജീവമായി കിടക്കുകയാണ്, അതിനുശേഷം ആ ഭൂമിയെ ജീവിപ്പിക്കുന്നു അവൻ. എന്നിട്ട് അല്ലാഹ് പറയാണ് വകദാലിക തുഖ്റജൂൻ, വകദാലിക തുഖ്റജൂൻ, അപ്രകാരം നിങ്ങളും പുറത്തു കൊണ്ടുവരപ്പെടും. നമ്മൾ കാണുന്ന ഈ ചെടികൾ, സസ്യങ്ങൾ, മരങ്ങൾ, അവ തെളിവുകളാണ് പരലോകമുണ്ട് എന്നത്. ഉണങ്ങിക്കിടക്കുകയെന്ന് പല പ്രദേശങ്ങളും, പ്രത്യേകിച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമ്മുടെ നാട്ടിൽ അതിശക്തമായ വരൾച്ചയുടെ, അതല്ലെങ്കിൽ ആ ഒരു വല്ലാത്ത ചൂടിന്റെ സമയത്ത് പല പ്രദേശങ്ങളും ഉണങ്ങി തരിശായി കിടക്കുന്നു. പിന്നീട് അല്ലാഹു മഴ പെയ്യിച്ച് ഏതൊക്കെയോ ചെടികൾ മുളച്ചു വരുന്നു. അല്ലാഹ് പറയാണ് വകദാലിക തുഖ്റജു, അപ്രകാരം നിങ്ങളും പുറത്തു കൊണ്ടുവരപ്പെടും, പുനരുജ്ജീവിപ്പിക്കപ്പെടും എന്ന്. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് സൂറത്തുൽ ഖിയാമയുടെ അവസാന ഭാഗം. എന്താണ്? അല്ലാഹുവിന്റെ ഒരു ചോദ്യമാണ്, അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദാ, മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ അവൻ വെറുതെ വിട്ടേക്കപ്പെടുമെന്ന്? നമ്മൾ ആലോചിച്ചു, മനുഷ്യരോട്, ചിന്താശേഷിയുള്ള മനുഷ്യരോടുള്ള ചോദ്യം,
മനുഷ്യൻ വിചാരിക്കുന്നുണ്ട് അവൻ വെറുതെ വിട്ടേക്കപ്പെടും എന്ന്. ഈ ലോകത്തെ ജീവിതം അങ്ങ് അവസാനിച്ച് പിന്നീട് പുനരുജ്ജീവിപ്പിക്കപ്പെടാതെ അങ്ങ് അവസാനിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അവൻ വിചാരിക്കേണ്ടതില്ല. ഒന്ന് ആലോചിച്ചു. അങ്ങനെ അവസാനിക്കാനാണെങ്കിൽ ഇത്ര സെറ്റപ്പിൽ അള്ളാഹു നമ്മളെ സൃഷ്ടിക്കേണ്ടതുണ്ടോ? ചിന്താശേഷിയോടെ പറവകൾക്ക് ഇവിടെ പറക്കാൻ കഴിയുന്നുണ്ട്, എന്നാൽ ചിറക് വെച്ച് മനുഷ്യന് പറക്കാൻ കഴിയുന്നില്ല. എന്നാൽ അതിനു മുകളിൽ പറക്കാൻ അള്ളാഹു ചിന്താശേഷി കൊണ്ടുള്ള സംവിധാനം ഉണ്ടാക്കാൻ ചിന്താശേഷി അള്ളാഹു കൊടുത്തു. മത്സ്യത്തെ പോലെ വെള്ളത്തിൽ നീന്തി തുടിക്കാൻ മനുഷ്യർക്ക് സാധ്യമല്ല. എന്നാൽ ആ ആഴക്കടലിലൂടെ പോലും സഞ്ചരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാനുള്ള ശേഷി അള്ളാഹു, ബുദ്ധിശേഷി അള്ളാഹു തന്നു, ബുദ്ധിശക്തി അള്ളാഹു തന്നു. വെറുതെയാണോ ഇത്? നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്ന പക്ഷികൾ, അവക്കെന്തെങ്കിലും ജീവിതത്തിൽ പുരോഗതി കാണുന്നുണ്ടോ? നമ്മൾ മുമ്പെന്നോ ഉണ്ടാക്കി തുടങ്ങിയ അതേ രൂപത്തിലെ കൂടുകളാണ് അവ മുട്ടയിടാൻ നേരത്ത് ഉണ്ടാക്കുന്നത്. ഒരു പുരോഗതി നമ്മൾ കാണുന്നത് അതേ സിസ്റ്റം മൃഗങ്ങൾക്ക് എല്ലാം. മനുഷ്യൻ അങ്ങനെയല്ല. അപ്പൊ ഇത് വെറുതെയാണോ? വെറുതെ ഈ എല്ലാ ചിന്താശേഷിയും ഈ സംവിധാനം നൽകിയിട്ടല്ല. മനുഷ്യ വിചാരിക്കുന്നുണ്ട് അവൻ വെറുതെ വിട്ടേക്കപ്പെടും എന്ന്. വിചാരിക്കേണ്ടതില്ല എന്നർത്ഥം. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, അലം യകുനു തുഫതം മിൻ മനിയ്യുംന, ശ്രവിക്കപ്പെടുന്ന ഇന്ദ്രിയത്തിലെ ഒരു ബീജകണം മാത്രമായിരുന്നില്ല അവൻ. ഇന്നവൻ ആരാകട്ടെ, എത്ര ശക്തിയുള്ളവനാകട്ടെ, അതേപോലെ തന്നെ എന്തെല്ലാം പേരിൽ അവൻ അറിയപ്പെടുന്നുണ്ടെങ്കിലും ശരി, ഒരു കാലത്ത് അവന്റെ അഡ്രസ് അല്ലെങ്കിൽ അവന്റെ അവസ്ഥ എന്തായിരുന്നു? അഡ്രസ് ഇല്ലാത്ത അവസ്ഥ. നമ്മുടെ വയസ്സിനേക്കാൾ ഒരു വർഷം കൂടെ പിന്നോട്ട് നാം ചിന്തിച്ച നമ്മൾ ആരായിരുന്നു? അഡ്രസ് ഇല്ലാത്ത അവസ്ഥ. ഇന്ന് നമുക്ക് അഡ്രസ് ഉണ്ട്. ആ അവസ്ഥയിൽ ഈ അവസ്ഥയിലേക്ക് അല്ലാഹു സൃഷ്ടിച്ചു. അലം യകുനു തുഫതം മിൻ മനിയ്യുംന, അതായിരുന്നില്ലേ അവൻ. സുമ്മ കാന അലഖതൻ ഫഖലഖ ഫസവ, പിന്നെ അത് അലഖത്തായി, ഭ്രൂണമായി. എന്നിട്ട് അല്ലാഹു അതിനെ സൃഷ്ടിച്ച് ശരിപ്പെടുത്തി. ഫജഅല മിൻഹു സൗജൈനി ദഖറ വൽ ഉൻസ, എന്നിട്ട് അതിൽ ആണും പെണ്ണുമായിട്ട് ഇണകൾ അവൻ ഉണ്ടാക്കി. ഈ മനുഷ്യന്റെ സൃഷ്ടിപ്പിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങൾ ചിന്താശേഷിയുള്ള മനുഷ്യന്റെ മുമ്പിൽ വെച്ചുകൊണ്ട്, ഇതറിയുന്ന മനുഷ്യന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് അല്ലാഹു ചോദിക്കുന്ന ചോദ്യം ആ സൂറത്തുൽ ഖിയാം അവസാനിക്കുന്നത് എങ്ങനെയാണ്? അലൈസ ദാലിക ബിഖാദിരിൻ അലാ അൻ യുഹ്യിയൽ മൗത. ഒരു ചോദ്യത്തിലാണ് അവസാനിപ്പിക്കുന്നത്. അലൈസ ദാലിക ബിഖാദിർ, അങ്ങനെയുള്ളവൻ കഴിവുള്ളവനല്ലേ? എങ്ങനെയുള്ളവൻ? ഇങ്ങനെയെല്ലാം ഒരു നുത്ഫ മാത്രമായിരുന്ന ഒരു ബീജകണം മാത്രമായിരുന്ന അവസ്ഥയിൽ നിന്ന് ഈ അവസ്ഥയിലേക്ക് അവനെ സൃഷ്ടിച്ച് ശരിപ്പെടുത്തി സംവിധാനിച്ച അവൻ അലൈസ ദാലിക ബിഖാദിർ, അവൻ കഴിവുള്ളവനല്ലേ? അലാ അൻ യുഹ്യിയൽ മൗത, മരിച്ചവരെ ജീവിപ്പിക്കാൻ. അല്ല എന്ന് പറയാൻ പറ്റുമോ ബുദ്ധിയുള്ള മനുഷ്യന്? അത്രയും ക്ലിയറായ രൂപത്തിൽ ഇങ്ങനൊരു സംവിധാനമുണ്ട്. ഈ ലോകത്തെ ജീവിതം അവസാനിച്ച് മറ്റൊരു സംവിധാനം ഉണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് സംശയമില്ലാതെ വിശ്വസിക്കുക. ആ പരലോകത്തിൽ സംശയമില്ലാതെ വിശ്വസിക്കുക. സംശയമില്ലാതെ, നിഷേധം പിന്നെയല്ലേ, സംശയമില്ലാതെ വിശ്വസിക്കുക. മാത്രമല്ല മനുഷ്യബുദ്ധിയുടെ തേട്ടമാണ് അങ്ങനെ ഒരു ലോകം ആവശ്യമാണ് എന്നത്. ഒരു നീതിയുടെ ലോകം. ഈ ലോകത്തെ സിസ്റ്റം നമ്മൾ ആലോചിച്ച് നോക്കൂ. ഒരാളെ കൊന്നാൽ ആ ആൾക്കെതിരെ ലോകത്തിലെ ഏത് ജുഡീഷ്യറിക്കും ഏത് നീതിന്യായ സംവിധാനത്തിനും അയാൾക്കെതിരെ എടുക്കാൻ സാധിക്കുന്ന മാക്സിമം ആക്ഷൻ എന്താണ്? അയാളെ കൊല്ലാം. ഒരാളെ കൊന്നാൽ അയാളെ കൊല്ലാം. ഇയാൾ 10 ആളെയോ 100 ആളെയൊക്കെ കൊന്നിട്ടുണ്ടെങ്കിൽ ബാക്കി ആളുകൾ കൊന്നതിന് എവിടെ സംവിധാനം? ഇവിടെ ഇയാൾ ഒരു വട്ടം കൊന്ന കഴിഞ്ഞില്ലേ, പിന്നെ സംവിധാനം ഇവിടെ? മനുഷ്യന്റെ ബുദ്ധി തേടുന്നുണ്ട് ഇതിന് നീതി നൽകാൻ പറ്റിയ സംവിധാനം ആവശ്യമാണ്. അല്ലാഹ് പറയുന്നു, ആ തേട്ടത്തിന് അല്ലാഹ് ഉത്തരം നൽകുന്നു. എന്താണത്? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതഉൽ ഗുറൂർ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരണം ആസ്വദിക്കും, എല്ലാവരും മരിക്കും, ടേസ്റ്റ് ചെയ്യും എന്താണ് മരണമെന്ന്. എന്നാൽ നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായ ഫലം നൽകപ്പെടുന്നത് ഖിയാമത്ത് നാളിലാണ്. ഇവിടെ സിസ്റ്റം ഇല്ല, ഇവിടെ ഒരു സംവിധാനം ഇല്ല. അത് പരലോകത്താണ്. അന്ന് ഫമൻ സുഹ്സിഹ അനിൻ നാർ, നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും വഉദ്ഖിലൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് ആരോ? ഫഖദ് ഫാസ്, അവൻ വിജയിച്ചിരിക്കുന്നു, അവനാണ് വിജയിച്ചത്.
വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ലോകത്തെ വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വഞ്ചിക്കാനുള്ള വിഭവങ്ങളാണ്. അതുകൊണ്ട് അങ്ങനെ ലോകം വേണം എന്ന് മനുഷ്യന്റെ ബുദ്ധി പറയുന്നു, മനുഷ്യന്റെ സെട്ടാവ് പറയുന്നു അങ്ങനെ സംവിധാനമുണ്ട്. നമ്മുടെ ബുദ്ധി തേടുന്നു അങ്ങനെ ലോകം ആവശ്യമാണെന്ന്, നമ്മുടെ സെട്ടാവ് പറയുന്നു അങ്ങനെ ലോകം ഉണ്ടെന്ന്. തെളിവുകൾ നമ്മുടെ മുമ്പിൽ ഇതുപോലെ നേരത്തെ സൂചിപ്പിച്ചു അല്ലാത്തതുമായി തെളിവുകൾ വെച്ചു. അതുകൊണ്ട് സംശയിക്കാതെ വിശ്വസിക്കണം, സംശയിക്കാതെ വിശ്വസിക്കണം. അവിടെ സ്വർഗമുണ്ട്, നരകം. സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു പറയുന്നുണ്ട് സൂറത്ത് ഫുസ്സിലത്തിൽ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണെന്ന് പ്രഖ്യാപിക്കുകയും എന്നിട്ട് നേരെ ചൊവ്വ ജീവിക്കുകയും ചെയ്ത ആളുകൾ, ഇസ്തിഖാമത്തോടെ ജീവിച്ച ആളുകൾ, അവിടെ മരണവേളയിൽ അള്ളാഹുവിന്റെ മലക്കിൽ ഇറങ്ങി വന്നുകൊണ്ട് ആശ്വസിപ്പിക്കും അവരെ, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ പേടിക്കണ്ട, ദുഃഖിക്കണ്ട, നിങ്ങൾ കരാർ ചെയ്യപ്പെട്ട സ്വർഗം കൊണ്ട് സന്തോഷിച്ചോളൂ. നിങ്ങൾ നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ, ഈ ലോകത്തും പരലോകത്തും ഞങ്ങൾ നിങ്ങളുടെ മിത്രങ്ങളാണ്. എന്നിട്ട് അവർ പറയുന്നുണ്ട് വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ഉൻ. ആ സ്വർഗ്ഗത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം, നിങ്ങളുടെ മനസ്സ് ഇച്ഛിക്കുന്ന എല്ലാം നിങ്ങൾക്ക് അവിടെയുണ്ട്, നിങ്ങൾ ആവശ്യപ്പെടുന്ന എല്ലാം നിങ്ങൾക്ക് അവിടെയുണ്ട്. നുസുലം മിൻ ഗഫൂരിർ റഹീം, റഹീമായ ഗഫൂറായ അള്ളാഹുവിന്റെ സൽക്കാരമായിട്ടാണ് നിങ്ങൾക്കത് തരുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു സ്വർഗ്ഗം. ഇനി ഇപ്പുറത്ത് നരകം. നരകം എന്ന് പറഞ്ഞാൽ പ്രയാസത്തിന്റെ, ശിക്ഷയുടെ ലോകമാണ്, ശിക്ഷയുടെ ലോകം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സംബന്ധിച്ച് പറഞ്ഞു, നരകത്തെ കുറിച്ച് പറഞ്ഞു, ഇന്ന അഹ്വന അഹ്ലിൻ നാർ അദാബൻ യൗമൽ ഖിയാമ. നരകത്തിലെ ഏറ്റവും ലഘുവായ ശിക്ഷ, ഏറ്റവും ലഘുവായ ശിക്ഷ, നരകത്തിൽ ഏറ്റവും ചെറുത്, അത് ആർക്കാന്നറിയോ? അത് ലഭിക്കുന്ന മനുഷ്യനാരാ? അയാളുടെ അവസ്ഥ എന്താണ്? ലറജുലുൻ തുദഉ ഫീ അഖ്മസി ഖദമൈഹി ജംറ. ഒരു മനുഷ്യൻ, അയാളുടെ അഖ്മസുൽ ഖദം എന്ന് പറഞ്ഞാല് നമ്മുടെ കാൽപാദത്തിന്റെ, നമ്മൾ നിലത്ത് ഇങ്ങനെ വെച്ചാൽ നിലത്ത് തട്ടാത്തൊരു ഭാഗം ഉണ്ടല്ലോ, കാൽപാദത്തിന്റെ അടിഭാഗത്ത് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന, അതാണ് അഖ്മസുൽ ഖദം എന്ന് പറയുന്നത്. അവിടെ നരകാഗ്നിയുടെ, നരകത്തിൽ നിന്നുള്ള കനൽ വെക്കും എന്നാണ്, നരകാഗ്നിയിൽ നിന്നുള്ള തീ കനൽ വെക്കും എന്നാണ്. അതോടുകൂടെ എന്ത് സംഭവിക്കും? യഗ്ലി മിൻഹാ ദിമാഉഹു, അത് വെച്ച് കഴിഞ്ഞാൽ അവന്റെ തലച്ചോറ് തിളക്കും എന്നാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ നമ്മയും നമ്മുടെ കുടുംബത്തെയും. അതാണ് ഏറ്റവും അഹ്വനായ ശിക്ഷ, ഏറ്റവും സോഫ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ലഘുവായ ശിക്ഷ അതാണ്. പിന്നെ അവിടുത്തെ വലുതെന്തായിരിക്കും? അപ്പൊ ഇപ്പുറത്ത് ആ സ്വർഗം, ഈ ഭാഗത്തെ നരകം. ആ സ്വർഗത്തിലെത്തണം, ഈ പറഞ്ഞ നരകത്തുനിന്ന് രക്ഷപ്പെടണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ആ ജീവിത യാത്രയിലാണ് നമ്മൾ. അത് നേടാൻ ഈ കുറഞ്ഞ കാലത്തെ ജീവിതമുള്ളത്. സ്വർഗം ലഭിക്കാൻ ഈ കുറഞ്ഞ കാലം എത്ര കിട്ടിയാലും 100 കൊല്ലൊക്കെ വെച്ചോളിപ്പോൾ കിട്ടിയാൽ ആ കൊല്ലം കൊണ്ടാണ് പിന്നെ അവസാനമില്ലാത്ത ആ ലോകത്തെത്താൻ, സ്വർഗത്തിൽ എത്തേണ്ടത്. കേവലം എത്തണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ട് എത്തുമോ? നരകത്തെ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചത് മാത്രം രക്ഷപ്പെടുമോ? ഇല്ല. അതിന്റെ റൂട്ടിൽ സഞ്ചരിക്കണം, അതിന്റെ റൂട്ടിൽ സഞ്ചരിക്കണം. ഏതാണ് റൂട്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം വ്യക്തമായി നമ്മെ പഠിപ്പിച്ചതാണ്. സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹ് പറയുന്നുണ്ട്, വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ ഫഉലൈക കാന സഅയുഹും മശ്കൂറ. ഈ പരലോകമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം, ഈ സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം, ഈ നരകമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം, ആ സ്വർഗത്തിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മുസ്ലിം, നരകത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മുസ്ലിം, ആ കേവലം ആഗ്രഹം കൊണ്ട് എത്തില്ല പ്രിയമുള്ളവരെ ആ സ്വർഗത്തിൽ. ആ കേവലം ആഗ്രഹം കൊണ്ട് മാത്രം രക്ഷപ്പെടില്ല പ്രിയമുള്ളവരെ ആ നരകത്തെന്ന്. മറിച്ച് വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ. അല്ലാഹ് പറയാണ്, വമൻ അറാദൽ ആഖിറത, ആര് പരലോകം ഉദ്ദേശിക്കുകയും വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ, വിശ്വാസിയായും കൊണ്ട് അതിനു വേണ്ട പരിശ്രമം നടത്തുകയും ചെയ്യുന്നത് ആരാണോ, ഫഉലൈക കാന സഅയുഹും മശ്കൂറ, അവരുടെ പരിശ്രമം അത് സ്തുത്യർഹമാണ്, പ്രതിഫലാർഹമാണ്. ആരുടെ സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന, നരകമോക്ഷം സാധ്യമാകണമെന്ന് ആഗ്രഹിക്കുന്ന
പോരാ, വിശ്വാസിയായും കൊണ്ട് അതിനു വേണ്ട പരിശ്രമം നടത്തിയാൽ. ഈ മൈക്ക് കൃത്യമായി പ്രവർത്തിക്കണമെങ്കിൽ അതിന്റെ കമ്പനി നിർദ്ദേശ രീതിയുണ്ട്, അതുപോലെ പ്രവർത്തിപ്പിക്കണം. നമ്മുടെ വീട്ടിൽ നാം ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, ആ ഉപകരണങ്ങൾ അവ എങ്ങനെ കമ്പനി പ്രവർത്തിപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചു, അങ്ങനെ അല്ലേ? മിക്സി ആണെങ്കിലും വാഷിംഗ് മെഷീൻ ആണെങ്കിലും നമ്മുടെ AC ആണെങ്കിലും മറ്റെന്ത് സംവിധാനമാകട്ടെ, അതെങ്ങനെയാണോ അത് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് കമ്പനി നിർദ്ദേശിച്ചത് അങ്ങനെ ചെയ്യണം, എങ്കിലത് വർക്ക് ചെയ്യും. നമ്മുടെ സെറ്റാവ് അല്ല പറയാണ്, നമുക്ക് ആ സ്വർഗത്തിൽ എത്തണമെങ്കിൽ എങ്ങനെയെങ്കിലും പ്രവർത്തിച്ചാൽ പോരാ. നമ്മുടെ സെറ്റാവ്, സ്വർഗത്തിന്റെ സെറ്റാവ്, നരകത്തിന്റെ സെറ്റാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്ന രൂപത്തിൽ പോയെങ്കിലേ അവിടെ എത്തൂ. വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ, മനസ്സിൽ അടിവരയിട്ട് വെക്കുക നമ്മള്. വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ, വിശ്വാസിയായും കൊണ്ട് അതിനു വേണ്ട പരിശ്രമം. വസഅ ലഹാ, അതിനു വേണ്ടി പരിശ്രമിക്കുന്നു. സഅയഹാ, അതിനെന്ത് പരിശ്രമമാണോ നടത്തേണ്ടത് അത്. ഈ ലൈറ്റ് കൃത്യമായി പ്രവർത്തിക്കണമെങ്കിൽ, അത് പ്രകാശിക്കണമെങ്കിൽ അതിന്റെ സ്വിച്ച് ഇടണം. ഈ ഫാൻ കൃത്യമായി പ്രവർത്തിക്കണമെങ്കിൽ അതിന്റെ സ്വിച്ച് ഇടണം. ആ സ്വർഗത്തിൽ അതിന്റെ റൂട്ടിൽ പോകണം. നരകമോക്ഷം സാധ്യമാകണോ അതിന്റെ റൂട്ടിൽ പോകണം. അങ്ങനെ ചെയ്താൽ അവരുടെ പ്രവർത്തനങ്ങൾ അത് സ്തുത്യർഹമാണ്, പ്രതിഫലാർഹമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഏതാണ് മാർഗം? ഖുർആൻ പറഞ്ഞു, അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്നു, അവർ അല്ലാഹു അനുഗ്രഹിച്ചവർ കൂടെയാണ് സ്വർഗ്ഗത്തിൽ. മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, ഈ പറഞ്ഞ അംബിയാക്കൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, സുദ്ദീഖുകൾ, ഇവരുടെ കൂടെയാണ് അവർ സ്വർഗ്ഗത്തിൽ. വഹസുന ഉലൈക റഫീഖ, അവർ സ്വർഗ്ഗത്തിൽ എത്ര നല്ല കൂട്ടുകാരാണ്. അപ്പൊ ഈ സ്വർഗ്ഗത്തിലെത്താൻ അതിനു വേണ്ട പരിശ്രമം നടത്തണം. ഖുർആനും സുന്നത്തും അനുസരിച്ച്, അല്ലാഹുവിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിച്ചുകൊണ്ട് ജീവിക്കുക, അവർക്കാണ് ഈ സ്വർഗമുള്ളത് എന്നർത്ഥം. പ്രിയമുള്ളവരെ, നമ്മുടെ നിലപാടതായിരിക്കണം. വിശ്വാസികളുടെ നിലക്ക് നമ്മുടെ നിലപാടതായിരിക്കണം. അതാണ് നേരിന്റെ നിലപാട്. വിശുദ്ധ ഖുർആന്റെ നിലപാട്, അതിന്റെ വിശദീകരണമാകുന്ന പ്രവാചക ചര്യയുടെ നിലപാട്, അതാണ് നേരിന്റെ നിലപാട്. ആ നിലപാടാണ് നമ്മൾ എടുക്കേണ്ടത്. നേരാണ് നിലപാട്, അതാകണം നിലപാട്. പ്രിയമുള്ളവരെ, നമ്മൾ അതിന്റെ അടിസ്ഥാനത്തിൽ, വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുടെയും അടിസ്ഥാനത്തിലായിരിക്കണം നമ്മുടെ നിലപാട്. വിശ്വാസപരമായ നിലപാട്, കർമ്മപരമായ നിലപാട്, അല്ലേ? അല്ലാഹുവിൽ വിശ്വാസമുണ്ട് മുസ്ലിങ്ങൾക്ക്. അതെങ്ങനെ, ഏത് നിലപാടിലാണ്? തന്റെ കുടുംബം ഏത് നിലപാടാണോ അതാണോ സ്വീകരിക്കേണ്ടത്? തന്റെ നാട്ടിലെ ഭൂരിപക്ഷം ആളുകൾ ഏത് നിലപാടാണ് അതാണോ സ്വീകരിക്കേണ്ടത്? അല്ല. ഞാൻ ചെറുപ്പത്തിലെ ശീലിച്ചത് ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ എന്റെ നിലപാട് അങ്ങനെ പറയാൻ പറ്റുമോ? എന്റെ ഉമ്മയും ഉപ്പയും വെല്ലിമ്മയും വെല്ലിപ്പയ്ക്ക് അങ്ങനെയായിരുന്നു, ആ നിലപാടായിരുന്നു, അതുകൊണ്ടാണ് നിലപാട് ഞാനും. പറ്റില്ല. അതൊന്നും അല്ലാഹുവിന്, നമ്മൾ തെറ്റായ നിലപാടിലാണെങ്കിൽ അതൊന്നും അവിടെ പറയാൻ പറ്റൂല. തെറ്റായ വിശ്വാസമായിട്ട് പരലോകത്തെത്തിയാൽ അവിടെ പിന്നെ എന്തുകൊണ്ട് ഈ നിലപാട് സ്വീകരിച്ചു എന്ന് അല്ലാഹു ചോദിച്ചാൽ, എന്റെ ഉമ്മ എങ്ങനെയായിരുന്നു, ഉപ്പ എങ്ങനെയായിരുന്നു, നാട്ടുകാരെങ്ങനെയായിരുന്നു, ഭൂരിപക്ഷ ആൾക്കാരെങ്ങനെയായിരുന്നു എന്നൊന്നും അവിടെ പറയാൻ പറ്റൂല. മറിച്ച് ഈ പറഞ്ഞ വിശുദ്ധ ഖുർആനും സുന്നത്തുമാകുന്ന ആ പ്രമാണത്തിൽ അതിന്റെ അടിസ്ഥാനത്തിലുള്ള നിലപാട് അതായിരിക്കും എടുക്കേണ്ടത്. ഇല്ലെങ്കിൽ നാട്ടിലെ ഭൂരിപക്ഷ ആൾക്കാർ അങ്ങനല്ലേ എന്ന് ചോദിക്കൂല. നമുക്ക് അല്ലാഹു കണ്ണു തന്നു, ചിന്താശേഷി തന്നു, കേൾവി തന്നു, എല്ലാം തന്നു. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. കണ്ണും കാതും ഹൃദയവും എല്ലാം ചോദ്യം ചെയ്യപ്പെടും. വീട്ടിൽ ഒരാൾക്കല്ല ഈ ചിന്താശേഷി കൊടുത്തത്, ഉമ്മാക്കോ ഉപ്പാക്കോ വെല്ലിയാപ്പാക്കോ വെല്ലിമാക്കോ മാത്രമല്ല കൊടുത്തത്, ഓരോരുത്തർക്കും തന്നു. ചോദ്യം ചെയ്യപ്പെട്ട ഓരോരുത്തരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ നിലയ്ക്ക് നമ്മുടെ വിശ്വാസങ്ങൾ ചിട്ടപ്പെടുത്തുക. ലോകത്തിന് സെട്ടാവായ അല്ലാഹു, അവനെ മാത്രമായിരിക്കണം ആരാധിക്കേണ്ടത്. ആരാധന എല്ലാ വർഷങ്ങളും അല്ലാഹുവിന് മാത്രമായിരിക്കണം അർപ്പിക്കേണ്ടത്. അതുകൊണ്ട് പ്രാർത്ഥനയും നിസ്കാരം അല്ലാഹുവിന് മാത്രമല്ലേ അർപ്പിക്കുന്നത്? അതെ. നോമ്പ് അല്ലാഹുവിന് മാത്രമല്ലേ മുസ്ലിം സഹോദരങ്ങളെല്ലാവരും അർപ്പിക്കുന്നത്? അതെ. എങ്കിൽ അതുപോലെ പ്രാർത്ഥനയും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമായിരിക്കണം. ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരും
ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒന്നാമത്തെ മനുഷ്യനും ഒന്നാമത്തെ നബിയുമായ ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ എടുക്കുക, അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരും അവരുടെ പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിലാവട്ടെ സന്തോഷഘട്ടങ്ങളിലാവട്ടെ പ്രാർത്ഥിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമാണ്. അല്ലേ? അള്ളാഹു വിലക്കിയ പഴം കഴിച്ചപ്പോൾ അതിന്ന് കുറ്റമുക്തി ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചത് അള്ളാഹുവോട്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ശത്രുക്കളുടെ പ്രയാസമേറി വന്നപ്പോ അതിന് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചത് അള്ളാഹുവോട്. സന്താനമില്ലാതെ പ്രയാസപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം സന്താനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത് അള്ളാഹുവോട്. സക്കരിയ നബിയും അതേ വിഷയത്തിൽ പ്രാർത്ഥിച്ചത് അള്ളാഹുവോട്. രോഗം മാറാൻ വേണ്ടി അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് അള്ളാഹുവോട്. കടലിൽ കുടുങ്ങിക്കിടക്കുന്ന യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചത് അള്ളാഹുവോട്. എടുത്തോളൂ ഓരോ പ്രവാചകന്റെ ചരിത്രം, ഖുർആൻ പഠിപ്പിച്ച ഓരോ പ്രവാചകന്മാരുടെയും എല്ലാ പ്രാർത്ഥനകളും അള്ളാഹുവോട് മാത്രമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ നിലപാടതാകണം. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. നബിയെ, നിങ്ങൾ പറയുക, എന്റെ റബ്ബിനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കൂ, അവനിൽ ഒരാളെ ഞാൻ ശിർക്ക് ചെയ്യൂല എന്ന് പറയൂ പ്രവാചകരെ എന്ന് അല്ലാഹ് പറഞ്ഞില്ലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്? നിസ്കരിക്കുമ്പോ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോ നാം പറയുന്നുണ്ട്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹ്, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി റൂട്ടിലിറങ്ങി അഥവാ ഒരു ആക്സിഡന്റ് എങ്ങനെ കണ്ടാൽ നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ ആളുകൾ വിളിക്കുകയാണ്, മുത്തുനബിയെ കാക്കണയെന്ന്, മുഹയ്യിദ്ദീൻ ശൈഖെ രക്ഷിക്കണയെന്ന്, ബദരീങ്ങളെ കാക്കണയെന്ന്. നേരത്തെ പറഞ്ഞത് എന്താ? അല്ലാഹ്, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇപ്പൊ പറഞ്ഞത് എന്താ? തേടിയത് ആരോടാ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്, മുഹയ്യിദ്ദീൻ ശൈഖിനോടാണ്, ബദരീങ്ങളോടാണ്. അല്ലാഹ് പഠിപ്പിച്ചതോ അല്ലാഹുവോട് മാത്രമാണ്. ഈ ബദരീങ്ങൾ പഠിപ്പിച്ചത് അല്ലാഹുവോട് മാത്രമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹുവോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ശിർക്കാണ്. വലാ ഉശ്രികു ബിഹി അഹദാ എന്നാ പറഞ്ഞത്. അല്ലാഹുവോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കൂ, മറ്റാരുടെയും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അല്ലാഹുവിൽ പങ്കു ചേർക്കൂല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ വേണ്ടി അല്ലാഹ് പറഞ്ഞത്. അതുകൊണ്ട് ശിർക്കാണ് അല്ലാഹുവോടല്ലാതെ പ്രാർത്ഥിച്ചാൽ. ശിർക്ക് ചെയ്താൽ ആ മനുഷ്യന്റെ കർമ്മങ്ങളെല്ലാം നിഷ്ഫലമായി പോകും. ഒരു അമൽ പരലോകത്ത് സ്വീകരിക്കപ്പെടില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ശബ്ദം കേൾക്കുന്ന മുഴുവൻ വിശ്വാസികളോട് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ നിലപാട് പ്രമാണബദ്ധമായിരിക്കണം, നേരിന്റെ നിലപാടായിരിക്കണം. അത് വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും പഠിപ്പിക്കുന്ന നിലപാടാണ്. അതിൽ പ്രാർത്ഥന അല്ലാഹുവോട് മാത്രമാണ്. ഒരു പ്രവാചകനും ആ പ്രവാചകൻ മുമ്പ് കഴിഞ്ഞു പോയ മറ്റൊരു പ്രവാചകനോട് തന്റെ പ്രയാസങ്ങൾ നീങ്ങാൻ ചോദിച്ചിട്ടില്ല, സഹായം തേടിയിട്ടില്ല, ഇസ്തിഗാസ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ അല്ലാഹുവോട് മാത്രമായിരിക്കണം. ഇല്ലെങ്കിൽ ശിർക്കാണ്. ശിർക്ക് ചെയ്താലോ മുഴുവൻ അമലും ബാത്തിലായി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസം എങ്ങനെയാണ്? അവസാനത്തെ പ്രവാചകനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശേഷം ഇനി ഒരു നബി വരാനില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ, എന്റെ ഉപമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്റെ ഉപമ ഏതുപോലെയാണ്? ഒരു മനുഷ്യൻ നല്ല ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി, ഒരു വീട്, ഒരു കെട്ടിടം ഉണ്ടാക്കി. എന്നിട്ട് നല്ല സുന്ദരമായ, ആരെയും ആകർഷിക്കുന്ന രൂപത്തിലുള്ള ഒരു കെട്ടിടമാണ്. അതിലേക്ക് ആളുകൾ, വിസിറ്റേഴ്സ്, സന്ദർശകർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അതിനെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ മാത്രം ഇങ്ങനെ പറഞ്ഞു പോകും. പക്ഷെ എല്ലാവരും പറയുന്ന ഒരു നെഗറ്റീവ് മാർക്കുണ്ട്, ഒരു മൈനസ് മാർക്കുണ്ട്. അതെന്താണെന്നറിയോ? ഒരു ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ആ ബിൽഡിംഗ്, ഒരു ഇഷ്ടികയുടെ ഭാഗം മാത്രം ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ട്. എയർ ഹോളൊന്നല്ല, അവിടെ അത് വേറെ ഉണ്ടാവും. ആ നിലക്കല്ല, ഒരു ഇഷ്ടിക വെക്കേണ്ട സ്ഥാനത്ത് അത് ഇങ്ങനെ വെക്കാതെ ഒഴിച്ചിട്ടുണ്ട്. കാണുന്ന ആളുകളൊക്കെ പറഞ്ഞു, ആ ഇഷ്ടിക കൂടെ വെച്ചിരുന്നെങ്കിൽ ആ ബിൽഡിംഗ് കംപ്ലീറ്റ് ആകുമായിരുന്നു, പൂർണ്ണമാകുമായിരുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അനൽ ലബിന, ഞാനാണ് ആ ഇഷ്ടികയുടെ സ്ഥാനത്തുള്ളത്. പ്രവാചക ശൃംഖലയില് ഞാനും കൂടി വന്നാൽ അത് കംപ്ലീറ്റ് ആയി എന്നർത്ഥം. ലാ നബിയ്യ ബഅദി, എനിക്ക് ശേഷം മറ്റൊരു പ്രവാചകൻ നബി വരാനില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനായി പഠിപ്പിച്ചതായിരിക്കണം ദീനായി എടുക്കേണ്ടത്. അതായിരിക്കണം ദീനായി എടുക്കേണ്ടത്. അതിൽ പിന്നെ മറ്റു നേരത്തെ സൂചിപ്പിച്ച പോലെ മറ്റെന്തെങ്കിലും താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറെ ആളുകൾ അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ രൂപത്തിലുള്ള ഒരു നിലപാടുണ്ടാവാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനായി പഠിപ്പിച്ചു എന്നത് ബോധ്യമായാൽ അതങ്ങനെ തന്നെ. പിന്നെ ബിദ്അത്തിനുള്ള പ്രവേശമില്ല, മതത്തിൽ പുത്തനാശയങ്ങൾക്ക് പിന്നെ ചാൻസ് ഇല്ല. എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചോ, അല്ലാതെ ദീനായി ചെയ്യരുത്. ദുന്യവിയായി നമുക്ക് ഇസ്ലാമിക വിരോധമില്ലാതെ ചെയ്യാം.
റസൂലുള്ളാഹി സംഭവിച്ച അതേ ഭക്ഷണമല്ല, കഴിച്ച ഭക്ഷണമായിരിക്കില്ല നമ്മൾ കഴിക്കുന്നത്. പക്ഷെ അവിടെ തത്വം എന്താണ്? വിരോധമില്ലാത്തത് നമുക്ക് കഴിക്കാം. എന്നാൽ ദീനിലോ തെളിവുണ്ടോ അതേ ചെയ്യാൻ പറ്റുള്ളൂ. ദീനിൽ അസ്ൽ എന്താണെന്നറിയോ? ചെയ്യരുത് എന്നാണ്. തെളിവുണ്ടോ ചെയ്യാം. ദുനിയാവിന്റെ വിഷയത്തിലോ ചെയ്യാൻ പാടില്ല, അല്ല ചെയ്യാം, എന്തു ചെയ്യാം. ദുനിയാവിന്റെ വിഷയത്തിൽ എന്തു ചെയ്യാം, പക്ഷേ വിലക്കുള്ളത്, വിരോധമുള്ളത് ചെയ്യാൻ പാടില്ല. നമുക്ക് എന്തും കുടിക്കാം, വിരോധിക്കപ്പെട്ട കുടിക്കാൻ പാടില്ല. ദീനിലോ എന്തു ചെയ്യാൻ പറ്റുമോ? ഇല്ല, തെളിവുള്ള ചെയ്യാം. മനസ്സിലായല്ലോ? അപ്പൊ ദീനിൽ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുന്നതാണ് ബിദ്അത്ത്. ആ ബിദ്അത്ത് ചെയ്താൽ പരലോകത്ത് ഹൗദുൽ കൗസർ അരിക്കുന്ന റസൂലുള്ളാഹി മാട്ടിയോടിക്കും. ഈ മനുഷ്യനെ തൗബ അല്ലാഹു തടഞ്ഞു വെക്കും. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. നരകത്തിലേക്കാണ് ബിദ്അത്ത് ചെയ്താൽ. അതുകൊണ്ട് നല്ലതല്ലേ എന്ന് കരുതി ഇസ്ലാമിൽ ഉണ്ടാക്കാൻ പാടില്ല. നമ്മുടെ നിലപാട് എന്താണ്? അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, വമയുതിഇല്ലാഹ വറസൂല, അള്ളാഹുവിനെയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിച്ചുകൊണ്ട് ചെയ്യുക. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. അള്ളാഹിന്റെ റസൂൽ നിങ്ങൾക്ക് കൊണ്ടുവന്നത് നിങ്ങൾ സ്വീകരിക്കുക, അവൻ അവിടെ നിന്ന് വിരോധിച്ചത് നിങ്ങൾ റസൂൽ വിരോധിച്ചത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒഴിവാക്കുക. ഈ ഒരു നിലപാടായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. കർമ്മരംഗത്ത് ബിദ്അത്തിനോട് വളരെ ഒരു നിലക്കും അതിന് സ്വീകാര്യത ഇല്ല എന്നത് വളരെ കൃത്യമായി മനസ്സിലാക്കുക. നല്ലതല്ലേ എന്ന് കരുതി പലതും പ്രവാചക സ്വല്ലല്ലാഹു ജന്മദിനാഘോഷമാണെങ്കിലും, മരിച്ചെടുത്തുള്ള ഖുർആൻ പാരായണാണെങ്കിലും, മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്ർ ചൊല്ലലാണെങ്കിലും, ഇതൊക്കെ നല്ലതല്ലേ എന്ന് കരുതി ഉണ്ടാക്കുകയാണ് പല ആളുകളും. മയ്യത്ത് കുളിപ്പിക്കൽ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്, കഫൻ ചെയ്യൽ റസൂലുള്ളാഹി പഠിപ്പിച്ചു, മയ്യത്ത് നിസ്കാരം പഠിപ്പിച്ചു. എന്നാൽ മരിച്ചെടുത്തുള്ള ഖുർആൻ പാരായണം റസൂലുള്ളാഹി പഠിപ്പിച്ചില്ല. ഇന്ന് വിട്ടുപോയോ? അവിടെ ഇല്ല. മരിച്ചെടുത്തുള്ള ബാങ്ക് കൊടുക്കലില്ലല്ലോ, നമ്മുടെ നാട്ടിൽ ആരും ചെയ്യുന്നില്ലല്ലോ. എന്തേ? അങ്ങനെ സംഗതി ഇല്ല. അതേപോലെ ഇല്ലാത്തതാണ് മരിച്ചെടുത്ത ഖുർആൻ പാരായണം. എന്നാലും ബാങ്ക് ആരും കൊടുക്കുന്നില്ല, മരിച്ചെടുത്ത് യാസീൻ ഓതുന്നുണ്ട്. അതിങ്ങനെ രണ്ടും തെളിവില്ല, രണ്ടും വേണ്ട. എന്നാൽ മയ്യത്ത് കുളിപ്പിക്കാൻ തെളിവുണ്ട്, നമ്മൾ ചെയ്യുന്നുണ്ട്. മയ്യത്ത് കഫൻ ചെയ്യാൻ തെളിവുണ്ട്, നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ മയ്യത്ത് നിസ്കാരത്തിന് തെളിവുണ്ട്, നമ്മൾ നിസ്കരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ നിലപാട് എന്തായിരിക്കണം? പ്രമാണബദ്ധമായിരിക്കണം. അള്ളാഹുവിന്റെ വിശ്വാസത്തിന് നമ്മുടെ നിലപാട് എന്താണ്? ഖുർആനും സുന്നത്തും പഠിപ്പിക്കുന്ന നിലപാട്. അതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വാസത്തിലെ നിലപാട് എന്താണ്? ഖുർആനും സുന്നത്തും പഠിപ്പിക്കുന്ന നിലപാട്. പരലോകത്തിലും അങ്ങനെ തന്നെ. എല്ലാറ്റിലും എല്ലാ വിശ്വാസ കർമ്മം എന്താകട്ടെ, എല്ലാറ്റിലും നമ്മുടെ സമീപനം, നമ്മുടെ നിലപാട് അത് ഖുർആനും സുന്നത്തും പഠിപ്പിക്കുന്ന നിലപാടാവുക എന്നതാണ്. ഇല്ലെങ്കിൽ അത് പരലോകത്ത് കനത്ത നഷ്ടം, പിന്നീട് ഒരിക്കലും നികത്താൻ കഴിയാത്ത നഷ്ടം ഉണ്ടാവും. പരലോകത്തിന്റെ വിഷയം എടുത്തു. നേരത്തെ സൂചിപ്പിച്ച പോലെ കുറെ തെളിവുകൾ അല്ലാഹു തന്നു പരലോകം ഉണ്ടെന്നുള്ളത്. പക്ഷെ ഇതങ്ങിട്ടു ചില മനുഷ്യന്മാർക്ക് ഈ സംശയം ഉണ്ടോ? ഒരു സംശയം വേണ്ട. മുത്തഖീങ്ങളെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, വബിൽ ആഖിറതി ഹും യൂഖിനൂൻ, പരലോകത്തിൽ അവർ ദൃഢവിശ്വാസികളാണ്. ഈഖാൻ എന്ന് പറഞ്ഞാൽ ദൃഢവിശ്വാസം, ഒരു സംശയം ഇല്ലാത്ത ഉറപ്പാണ്, ഉറച്ച വിശ്വാസാണ് ഈഖാൻ. വബിൽ ആഖിറതി ഹും യൂഖിനൂൻ, പരലോകത്തിൽ അവർ ദൃഢവിശ്വാസമുള്ളവരാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ സംശയം വേണ്ട. നമ്മൾ സംശയിക്കുന്നവരല്ല, ഉറപ്പിക്കാൻ വേണ്ടി പറയാം. എന്താണെന്നറിയോ? നിഷേധിച്ച മനുഷ്യരെയും സംശയിച്ച മനുഷ്യരെയും അല്ലാഹുവോട് ഒരുമിച്ച് കൊണ്ടുവരും. അങ്ങനെ പരലോകമില്ല, സ്വർഗമില്ല, നരകമില്ല എന്ന് പറഞ്ഞ മനുഷ്യനെയും അല്ലാഹു പരലോകത്ത് ഒരുമിച്ചു. എന്നിട്ട് ആ നരകത്തിൽ നീ നിഷേധിച്ച ശിക്ഷയാണിത് എന്നോട് പറയും. സംശയിച്ച മനുഷ്യനോട് നീ സംശയിച്ച ശിക്ഷയാണിത്, ആസ്വദിച്ചോ, അനുഭവിച്ചോ ആലോചിച്ചോ. ഇനി അല്ലാഹു തആല പറയുന്നുണ്ടല്ലോ, വലൗ തറ ഇദൽ മുജ്രിമൂന നാകിസു റൂസിഹിം ഇൻദ റബ്ബിഹിം. നബിയെ, പരലോകത്ത് ഒരു ഘട്ടമുണ്ട്, ഒരു രംഗം, അത് നിങ്ങൾ ഇങ്ങനെ കണ്ടിരുന്നില്ല. എന്താണെന്നറിയോ? ഇതിൽ മുജ്രിമൂന നാകിസു റൂസിഹിം ഇൻദ റബ്ബിഹിം, കുറ്റവാളികളായ ആളുകൾ അല്ലാഹുവിന്റെ അരികിൽ ഇങ്ങനെ തലയും താഴ്ത്തി നിൽക്കുകയാണ്. എന്തൊക്കെ? പരലോകമില്ല എന്ന് പറഞ്ഞു വരാ, നരകമില്ല എന്ന് പറഞ്ഞു വരാ, ഒരു ബാസില്ല എന്ന് പറഞ്ഞു വരാ, സ്വർഗമില്ല എന്ന് പറഞ്ഞു വരാ. അവരിപ്പോ അവിടെ ആ പരലോകത്തിലാണ് ഒരുമിച്ച് കൂട്ടപ്പെട്ടത്. മഹ്ശറില്ല എന്ന് പറഞ്ഞു വരാ, ആ മഹ്ശറിൽ അവർ ഒരുമിച്ച് കൂട്ടപ്പെട്ടത്. എന്നിട്ട് ആ മനുഷ്യന്മാർ അവിടെ വെച്ച് അല്ലാഹുവോട് പറയുന്ന വർത്തമാനമുണ്ട്. അല്ലാഹു പറയാൻ, റബ്ബന അബ്സർന വസമിഅന ഫർജിഅന നഅമൽ സ്വാലിഹ.
ഇന്നാ മൂഖിനൂൻ. വല്ലാത്തൊരു വാക്കാണത്. എന്താണ് പറഞ്ഞത്? അല്ലാഹുവേ, റബ്ബന. ആരെ വിളിക്കുന്ന റബ്ബേ? ആര്? അങ്ങനെ റബ്ബുണ്ടോ എന്ന് സംശയിച്ചവർ ഇല്ല എന്ന് പറഞ്ഞ മനുഷ്യന്മാര്. റബ്ബന, ഞങ്ങൾ റബ്ബേ, അബ്സർന, ഞങ്ങൾ കണ്ടു, ഞങ്ങൾ കണ്ടു, വസമിഅന, ഞങ്ങൾ കേട്ടു, ഇപ്പൊ ഉറപ്പായി, ഞങ്ങൾ കണ്ടിരിക്കുന്നു, കേട്ടിരിക്കുന്നു, ഫർജിഅന, അതുകൊണ്ട് ഒന്നുകൂടെ ഞങ്ങളെ മടക്കുമോ അല്ലാഹ് ദുനിയാവിലേക്ക്. എന്തിനാ? ഇനി നിഷേധിക്കാനാണോ? അല്ല. ഇനി സംശയിച്ച് ജീവിതം തുറക്കാനാണോ? അല്ല. കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കണം കരുതിയിട്ടാണോ? അല്ല. നിഅമൽ സ്വാലിഹ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ. അന്ന് ഇത് കേട്ട മനുഷ്യൻ തള്ളിക്കളഞ്ഞു, ചെവി കൊടുത്തില്ല. എന്ത് പരലോകം എന്നവർ നിഷേധിച്ച് തള്ളിയ മനുഷ്യനെ അല്ലാഹ് പരലോകത്ത് കൊണ്ടുവന്നിട്ട് പറയാണ്, ഇതാ ആ മനുഷ്യൻ ഇങ്ങനത്തെ ഘട്ടം വരാനുണ്ട്. റബ്ബന അബ്സർന വസമിഅന ഫർജിഅന നിഅമൽ സ്വാലിഹ ഇന്നാ മൂഖിനൂൻ. ഞങ്ങൾ ദൃഢവിശ്വാസികളാണ്. അന്ന് ആ ദൃഢവിശ്വാസം ഉണ്ടായാൽ അന്ന് രക്ഷപ്പെടും. അന്ന് ദൃഢവിശ്വാസമായിട്ട് കാര്യമില്ല, നേരിട്ട് കാണില്ലേ, വിശ്വാസപ്പെടേണ്ടത്. അതുകൊണ്ട് സംശയമില്ലാത്ത രൂപത്തിൽ അടിയുറച്ച വിശ്വാസം ഉണ്ടാകണം. ആ ആളുകൾക്കാണ് നേരത്തെ പറഞ്ഞ പോലെ പരലോകത്ത് വിജയം ഉണ്ടാകുന്നത്, സ്വർഗപ്രവേശം ഉണ്ടാകുന്നത്, നരകമോക്ഷം ഉണ്ടാകുന്നത് എന്ന കാര്യം നാം കൃത്യമായി മനസ്സിലാക്കുക. ഇനി പ്രിയമുള്ളവരെ, നാം ചിന്തിക്കേണ്ട കാര്യം, നമ്മള് ഒരു വർഷത്തിന്റെ 2024 പ്രവേശിക്കുക, 23 അവസാനിക്കാൻ പോകും. അപ്പൊ ഒരു ചിന്ത ഉണ്ടാകുന്നത് നല്ലതാണ്. എങ്ങനെയായിരുന്നു ഈ കഴിഞ്ഞൊരു കൊല്ലം? പലരും അവരുടെ സാമ്പത്തിക സ്ഥിതിയും മറ്റു പല കാര്യങ്ങളിലൊക്കെ ഉണ്ടായി പുരോഗതിയെ വിലയിരുത്തും. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒന്നുണ്ട്, ഒരു വയസ്സ് കൂടെ കുറയാണ്. മറ്റൊന്നിനൊക്കെ പറഞ്ഞാൽ വയസ്സ് കൂടുകയാണ്. ഏതാ കുറഞ്ഞത്? ഇനി ശേഷിക്കുന്ന വയസ്സ്, അവശേഷിക്കുന്ന എത്രയാണോ ഒന്ന് കുറയാണ്. ഇതിലുള്ള കൂടി അല്ലേ? ഇങ്ങനെ കൂടുകയാണ്, ഒരു തലക്കൽ കുറയാണ്, ആയുസ് കുറയാണ്. കഴിഞ്ഞ കൊല്ലം ഡിസംബറിന്റെ ഈ അവസാന സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ ഒരു വയസ്സ് നമുക്ക് ഇപ്പൊ കൂടി എന്ന് പറഞ്ഞാൽ നമ്മുടെ മരണത്തോട് ഒരു വർഷം കൂടെ നമ്മൾ അടുത്തുള്ള. അതുകൊണ്ട് നമ്മളൊന്ന് ആലോചിക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. ഓരോരുത്തരും ആലോചിക്കണം, എന്താ നാളേക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് എന്ന്. നാളേക്കെന്ന് പറയുമ്പോൾ പരലോകത്തേക്ക്, സ്വർഗം, നേരത്തെ പറഞ്ഞ പോലെ സ്വർഗം, നരകം. ആ സ്വർഗത്തിന് വേണ്ടി എന്ത് ചെയ്തു? സ്വർഗം എന്ന് പറഞ്ഞാൽ എല്ലാ അനുഗ്രഹത്തിന് ലോകമാണ്. പല മനുഷ്യന്മാരും ചെറുപ്പക്കാരും എന്ത് ചെയ്യാൻ പോണ്? ഈ കൊല്ലം അവസാനിക്കുന്ന ആ രാത്രിയിൽ ന്യൂ ഇയർ എന്ന പേരിൽ ആഘോഷിക്കാൻ വേണ്ടി മദ്യപിച്ച്, ഇനി പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വരും അന്നത്ര മദ്യം വിറ്റ് നമ്മുടെ നാട്ടിൽ എന്നത്. മുസ്ലിം ചെറുപ്പക്കാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ആ രൂപത്തിലുള്ള സംഗതികളിലേക്ക് പോകരുത്. രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക, മക്കളുടെ കാര്യത്തിൽ ഉറപ്പുവരുത്തുക. ആ നിലക്ക് നന്നായി ഒരു വർഷം കൂടെ അവസാനിക്കേണ്ടത്, ഒരു വയസ്സ് കൂടി നമ്മുടെ ആയുസ് ഒരു കൊല്ലം കുറഞ്ഞു എന്ന തിരിച്ചറിവോടെ അല്ലാഹുവിനെ കൂടുതൽ അടുക്കാനാണ് ഇത്തരം സന്ദർഭങ്ങൾ ഉപയോഗിക്കേണ്ടത്. ആ നിലക്ക് ജീവിതം ചിട്ടപ്പെടുത്തുക. സ്വർഗം നമ്മുടെ ലക്ഷ്യമാണ്. മാലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖതർ അലാ ഖൽബി ബശർ. ആ സ്വർഗത്തിൽ അല്ലാഹു ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത അനുഗ്രഹത്തിന്റെ ലോകം, ഒരു കാതും കേട്ടിട്ടില്ലാത്ത അനുഗ്രഹത്തിന്റെ ലോകം, ഒരു മനുഷ്യ മനസ്സും ചിന്തിച്ച് സങ്കല്പിച്ച് എത്തിയിട്ടില്ലാത്ത അനുഗ്രഹത്തിന്റെ ലോകമാണ് ആ സ്വർഗമെന്ന് പറയുന്നത്. അവിടെ എത്തണം. അതിന് ഇത്തരം കാര്യങ്ങൾ തടസ്സമാകരുത്. ആരോഗ്യം തടസ്സമാകരുത്, സമ്പത്ത് തടസ്സമാകരുത്, നമ്മുടെ ദേഹേച്ഛകൾ തടസ്സമാകരുത്, ഒന്നും തടസ്സമാകരുത്. നമ്മുടെ ലക്ഷ്യം അതാണെന്ന് ഒരു തിരക്കിനിടയിലും പ്രിയമുള്ളവരെ മറന്നു പോകരുത്. ഒരു തിരക്കിനിടയിലും ലക്ഷ്യം അതാണെന്ന് മറന്നു പോകരുത്. അഥവാ പിഴച്ചു പോയാൽ എത്തുന്നത് നരകത്തിലാണ്. ആ നരകത്തിന്റെ ഭീകരത അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണെന്നറിയോ? വമൻ ഖഫ്ഫത് മവാസീനുഹു ഫഉലൈക അല്ലദീന ഖസിറു അൻഫുസഹും ഫീ ജഹന്നമ ഖാലിദൂൻ. എന്നാൽ പരലോകത്ത് നന്മയുടെ ത്രാസിന്റെ ഭാരം കുറഞ്ഞ ആളുകൾ, അവർ സ്വന്തത്തെ നഷ്ടപ്പെടുത്തിയവരാണ്, അവർ നരകത്തിൽ ശാശ്വതമായി കഴിയേണ്ടി വരും. അല്ലാഹു പറയാണ്, തൽഫഹു വുജൂഹഹുമുൻ നാർ വഹും ഫീഹാ കാരിഹൂൻ. അവരുടെ മുഖങ്ങളെ അഗ്നി കാർന്ന് തിന്നുകൊണ്ടിരിക്കും, കരിച്ചു കളയും.
വഹും ഫീഹാ കാലിഹൂൻ, അവരതിലിങ്ങനെ പല്ലിളിച്ച് കഴിയും. അസഹ്യമായ വേദന കൊണ്ട്, അസഹ്യമായ അസ്വസ്ഥത കൊണ്ട്, താങ്ങാനാവാത്ത ചൂട് കൊണ്ട് അവർ ആ നരകത്തിൽ ഇങ്ങനെ പല്ലിളിച്ചു കൊണ്ട് കഴിയും. എന്നിട്ട് അവിടെ പറയാണ്, അലം തകുൻ ആയാതി തുത്ല അലൈക്കും, അല്ല എന്റെ ആയത്തുകൾ നിങ്ങൾക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടിട്ടില്ലായിരുന്നോ? ഫകുൻതും ബിഹാ തുകദ്ദിബൂൻ, അന്ന് നിങ്ങൾ എന്താ ചെയ്തത്? കളവാക്കിയതിനെ, അതിൽ വിശ്വസിച്ചില്ല നിങ്ങൾ. ആ സമയത്ത് അവർ പറയും, ഖാലു റബ്ബനാ ഖലബത അലൈനാ ശിഖവതുനാ, അല്ലാഹുവേ ഞങ്ങളുടെ ദൗർഭാഗ്യം ഞങ്ങളെ മറികടന്നു കളഞ്ഞു, ദൗർഭാഗ്യം ഞങ്ങളെ അത് മൂടിക്കളഞ്ഞു, ഞങ്ങളെ ആ നിലക്ക് ആയി കളഞ്ഞു, ദൗർഭാഗ്യം അതിജയിച്ചു കളഞ്ഞു ഞങ്ങളിൽ. വകുന്ന ഖൗമൻ ളാല്ലീൻ, ഞങ്ങൾ വഴിതെറ്റിപ്പോയി. അല്ലാഹുവേ റബ്ബനാ അഖ്രിജ്നാ മിൻഹാ ഫഇൻ ഉദ്നാ ഫഇന്നാ ളാലിമൂൻ, അല്ലാഹുവേ ഇനി ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് പുറത്ത് കൊണ്ടുപോകും റബ്ബേ. ഈ നരകത്ത് നീ ചോദിക്കണം അല്ലാഹുവോട്, ഈ നരകത്ത് ഒന്ന് പുറത്ത് കൊണ്ടുപോയി രക്ഷപ്പെടുത്തോ. ഇനിയും ഞങ്ങൾ ഇതുപോലെ ഇത്തരം തിന്മയിലേക്ക് മടങ്ങുകയാണെങ്കിൽ ഞങ്ങൾ അക്രമികൾ തന്നെയാണ്, നീ ശിക്ഷിച്ചോ അല്ല, ഒരു പ്രശ്നവുമില്ല. കാര്യം ഉണ്ടാവോ? ഇല്ല. ഇല്ല എന്ന് മാത്രമല്ല അല്ലാഹ് പറയുന്നത്, നിന്ദ്യമായി കഴിഞ്ഞോളൂ, ഒന്നും മിണ്ടണ്ടാന്നാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. പ്രിയമുള്ളവരെ, ആ നരകത്ത് നമുക്ക് രക്ഷപ്പെടണം, നമ്മുടെ കുടുംബത്തിൽ രക്ഷപ്പെടണം. നേരത്തെ സൂചിപ്പിച്ച പോലെ ആ ഒരു വിശ്വാസപരമായ നിലപാട്, നമ്മുടെ നിലപാട് എന്താകണം? ഖുർആന്റെ സുന്നത്തിന്റെ നിലപാട്, വിശ്വാസം, കർമ്മം എല്ലാ രംഗത്തും ആ ഒരു നിലപാടാണ് നാം സ്വീകരിച്ചത്, നമ്മുടെ കുടുംബം സ്വീകരിച്ചത് എന്നൊന്ന് ഉറപ്പുവരുത്തണേ പ്രിയമുള്ളവരെ, ഉറപ്പുവരുത്തണം. വേറൊരു വാശിയുടെയോ മറ്റോ അങ്ങനെ പോയി ഈ ലോകത്തിൽ അവസാനം നമ്മുടെ ആയുസ് തീരും. പരലോകത്തെത്തുമ്പോൾ നിഷേധിച്ചവരും സംശയിച്ചവരും ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ, വിശ്വാസികൾ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ, വിശ്വാസികൾ നന്മ സ്വർഗത്തിലേക്ക് നയിക്കപ്പെടുമ്പോൾ, സംശയിച്ച മനുഷ്യന്മാരെ അല്ലാഹു സ്വർഗത്തിന് അകറ്റി നരകത്തിലേക്ക് തള്ളിയിടുമ്പോൾ ആ ഒരു രക്ഷക്കുണ്ടാവില്ല. ആ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. നമ്മുടെ യുവജന വിഭാഗമായ ISMന്റെ ഇത്തിഹാദു ശുബാനിൽ മുജാഹിദീൻ ISMന്റെ സംസ്ഥാന സമ്മേളനം നാളെയും മറ്റന്നാളുമായിട്ട് എറണാകുളത്ത് ഇൻഷാ അല്ലാഹ് നടക്കുകയാണ്. നേരാണ് നിലപാട് എന്ന ആ ഒരു പ്രമേയത്തിലാണ് സമ്മേളനം നടക്കുന്നത്. ഇവിടുന്ന് മറ്റന്നാൾ ഞായറാഴ്ച സുബ്ഹ് നമസ്കരിച്ച ഉടനെ വാഹനം പുറപ്പെടുന്നുണ്ട്. അതിൽ സാധിക്കുന്ന എല്ലാവരും, പ്രത്യേകിച്ച് യുവാക്കൾ കൗമാരപ്രായത്തിലും യുവത്വത്തിലുമുള്ള ആളുകൾ ആ സമ്മേളനത്തിൽ ഉണ്ടാകണം, എത്തണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. രക്ഷിതാക്കൾ അവരുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, അവിടെ എത്തിക്കാൻ ശ്രദ്ധിക്കണം എന്ന കാര്യം ഉണർത്തണം. അല്ലാഹു നമ്മിൽ നിന്ന് അത്തരം അമലുകളെല്ലാം സ്വീകരിക്കുമാറാവട്ടെ. മറ്റൊരു കാര്യം ശ്രദ്ധയപ്പെടുത്താനുള്ളത്, നമ്മുടെ ഈ പള്ളിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കലക്ഷൻ എല്ലാ ആഴ്ചയും നടക്കാറുണ്ട്. പ്രിയമുള്ളവരെ, ചിലപ്പോൾ എല്ലാ ആഴ്ചയും നടക്കുന്നുണ്ട്, അതിൻ്റെ ഒരു ഗൗരവം കിട്ടാതെ പോകുന്നു. ഒന്നാലോചിച്ചു, അള്ളാഹു ഈ ആഴ്ച അവസരം തന്നു, അള്ളാഹിന്റെ പള്ളിക്ക് കൊടുക്കുന്ന സ്വതക്കയാണ്. അതിലും വലിയ സ്വതക്ക എന്താ? അള്ളാഹിന്റെ പള്ളിക്കാണ് കൊടുക്കുന്നത്, അള്ളാഹിന്റെ പള്ളി പരിപാലിക്കാനാണ് കൊടുക്കുന്നത്, അതിന്റെ ചെലവിലേക്കാണ് കൊടുക്കുന്നത്. ഈ ആഴ്ചയുണ്ട്, കഴിഞ്ഞ ആഴ്ച ഉണ്ടെങ്കിൽ അടുത്ത ആഴ്ച ഉണ്ടാവും. അടുത്ത ആഴ്ച നമ്പർ ഉണ്ടാവും ഉറപ്പുണ്ടോ? പിരിവ് ഒരു പക്ഷെ നടക്കും. അല്ലെങ്കിൽ അടുത്ത ആഴ്ച കൊടുക്കാൻ കഴിയും നമുക്കല്ല ഗ്യാരണ്ടി ഉണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കൂ. അള്ളാഹുവിന്റെ അവസരം തന്നു. ആ ഓരോ അവസരവും പുതിയതായി നമ്മൾ കാണണം. നമ്മൾ ദീനിയായ അത്തരം സംഗതികളുടെ സമീപനം അങ്ങനെയാണല്ലോ. കിട്ടുന്ന ഓരോ അവസരം പുതിയതായി കാണും. അത് നിസ്കാരാണെങ്കിൽ എന്താണെങ്കിലും ഒരവസരം കൊടുക്കും. നമ്മൾ മൊബൈല് ചാർജ് ചെയ്യും, ബാറ്ററി ലോ ചാർജ് ചെയ്യും. ഇന്നലെ നമ്മൾ ചെയ്തിട്ടോ വിചാരിച്ച് ഇന്ന് ചെയ്യണില്ലേ? ഇന്ന് ചെയ്തു, നാളെ ചെയ്യണ്ടേ? ചെയ്യേണ്ടി വരില്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ചെയ്യുന്ന ഓരോ ദീനിയായ പ്രവർത്തനങ്ങളും ആ നിലക്ക് ഒരവസരം കൂടെ അള്ളാഹു തന്നു. നിസ്കരിക്കാൻ ഒരവസരം കൂടെ അള്ളാഹു തന്നു. അടുത്ത വക്തം ഞാൻ ഉണ്ടാവും അറിയില്ല. മനുഷ്യന്മാരെ നോക്ക്, ഇന്ന് സുബഹി നിസ്കരിച്ച എല്ലാ മനുഷ്യന്മാരും ലോകത്ത് നേരത്തുണ്ടോ? എത്ര മനുഷ്യന്മാർ മരണപ്പെട്ടു പോയി അല്ലേ? അതുകൊണ്ട് ഉള്ള അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക, ആത്മാർത്ഥമായിട്ട് കഴിയുന്ന സ്വതകൾ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. വന്നുപോയ തെറ്റുകൾ, ദോഷങ്ങൾ, തിന്മകൾ അല്ലാഹു നമുക്കെല്ലാം പുറത്തു തന്ന് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കുടുംബസമേതം ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കാനും നരകത്തിൽ രക്ഷപ്പെടാനും അല്ലാഹു നമ്മയും കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നന്മയോട് അടുക്കാനും തിന്മയിൽ നിന്ന് അകലാനുമുള്ള
തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.